അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഡിയർ പാരൻസ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ് മെസ്സേജ് അയക്കുന്നത്. പല ഗ്രൂപ്പുകളിലും ഓണത്തിൻ്റെ പല ഡിസ്കഷൻസും നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത്. ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ്. തിബിയാൻ എന്ന് പറയുന്നതിൻ്റെ കൾച്ചർ അല്ലെങ്കിൽ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക രീതിയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. ഓണത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട്. ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഓണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക, മാവേലി വേഷം കെട്ടുക, പൂക്കളിടുക, അതുപോലെ മക്കൾ പറഞ്ഞിരുന്ന് പട്ടുപാവാട അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പിന്നെ മക്കൾ എന്താ ചെയ്യുക? അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ റബിയുൽ അവ്വലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ആഘോഷിക്കണം. ഓണം എന്നത് അത് മലയാളി എവിടെയുണ്ടോ അവിടെ നാനാജാതി മതസ്ഥരായ മനുഷ്യരെല്ലാവരും ചേരുന്ന ഒരുമയുടെ ആഘോഷമാണ്. അതിൽ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ ജൈനെന്നോ പാഴ്സിയെന്നോ ഒരു ഭേദവുമില്ലാതെ മലയാളി എവിടെയുണ്ടോ അവിടെ ഓണം എന്ന ആഘോഷവുമുണ്ട്. അതിനെ ഈ രീതിയിൽ വക്രീകരിച്ച് അവതരിപ്പിച്ച ഈ അധ്യാപികയോട് മാനേജ്മെന്റിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെയൊക്കെ നിലപാടെന്താണ്? ഡിവൈഎഫ്ഐ കൊടുത്തിരിക്കുന്ന പരാതിയിൽ കേസായോ? വെരി ഗുഡ് മോർണിംഗ് സുജിയ. പ്രധാനമായും ആ ഓഡിയോ കേട്ടാൽ എങ്ങനെയാണ് പരാതി കൊടുക്കാതിരിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനമായും ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ തന്നെ ചോദിച്ചത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് അവർ പരാതി കൊടുക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ പരാതി വളരെ ഗൗരവമുള്ള പരാതിയായിട്ട് തന്നെയാണ് പോലീസും കണക്കാക്കുന്നത്. പക്ഷേ ഈ വോയിസ് എല്ലാവരും കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് സിറാജുൽ ഹുദ ഇസ്ലാമിക് സ്കൂളിലെ ഒരു അധ്യാപിക ഇട്ട അവരുടെ രക്ഷിതാക്കൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിലിട്ടൊരു വോയിസ് മെസ്സേജാണ്. ഇതിൻ്റെ പേരിൽ കുന്നംകുളം പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മതവിദ്വേഷം നടത്തിയെന്ന പേരിൽ ഡിവൈഎഫ്ഐയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മതങ്ങളെയും അവരുടെ എല്ലാ മതക്കാരുടെ ആചാരങ്ങളെയും ബഹുമാനിക്കുന്ന റെസ്പെക്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ എനിക്ക് പറയാനുള്ളത് മതങ്ങളെ തമ്മിൽ തല്ലിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞ വോയിസ് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ ഇതിലെവിടെയാണ് മതവിദ്വേഷം ഇരിക്കുന്നത്. ഈ ടീച്ചർ പറഞ്ഞ വോയിസ് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാലും മനസ്സിലാവും. അവരവരെ മതത്തിലുള്ള ആൾക്കാരെ അത് ആഘോഷിക്കരുത് എന്ന് മാത്രമാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ള മതക്കാർ അത് ആഘോഷിക്കരുത് എന്ന് ഇവർ പറഞ്ഞിട്ടില്ല. അതും മിനിമലായിട്ട് ആഘോഷിക്കണമെന്ന് മാത്രമാണ് ഇവർ വോയിസ് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാലും മനസ്സിലാവും. പൂർണ്ണമായിട്ടും ആഘോഷിക്കരുത് എന്നല്ല പറഞ്ഞത്, മിനിമലായിട്ട് ആഘോഷിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണാഘോഷത്തിൻ്റെ പേരിൽ സ്കൂളുകളിലും കോളേജുകളിലും കവലകളിലും നമ്മൾ കാണുന്നതാണ് ഓരോ പേക്കൂത്തുകളും കോലങ്ങളും കള്ളും കുടിച്ച് കഞ്ചാവും അടിച്ച് നടക്കുന്ന ഓരോ ടീമുകൾ കാണിച്ചു കൊടുക്കുന്ന കോപ്രായങ്ങളെല്ലാം നമ്മൾ കാണുന്നതാണ്. ഈ ടീച്ചർ പറഞ്ഞാൽ എന്താണ് തെറ്റ്? അത് ആഘോഷിക്കേണ്ട രീതിയിൽ ആഘോഷിക്കണം, അമിതമാകരുത് എന്നാണ് ആ ടീച്ചർ അവിടെ ഉദ്ദേശിച്ചത്. വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് മിനിമലായിട്ട് ആഘോഷിക്കാം. ചുരുക്കത്തിൽ ചുരുങ്ങിയത് കൊണ്ട് മിനിമലിന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ചുരുങ്ങിയ രീതിയിൽ ആഘോഷിക്കാമെന്നാണ്. അമിതമായിട്ട് കോപ്രായങ്ങളും കാണിച്ച് കോലത്തരങ്ങളും കാണിച്ച് ആഘോഷിക്കരുത് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, കഴിഞ്ഞ വർഷം വരെയും അവർ ഓണാഘോഷം അവിടെ ആഘോഷിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പം അതിനെതിരെ സംസാരിക്കാൻ അതിന് എന്തുകൊണ്ട് അത് ചോദിക്കുന്നില്ല? കഴിഞ്ഞ വർഷം നിങ്ങൾ ഓണാഘോഷം ആഘോഷിച്ചു, ഈ വർഷം നിങ്ങൾ എന്തുകൊണ്ട് ഓണാഘോഷം ആഘോഷിക്കുന്നില്ല എന്ന് ആരും ചോദിക്കുന്നത് ഞാൻ കണ്ടില്ല എവിടെയും. ഇതാണ് ഞാൻ പറഞ്ഞത്, മതങ്ങളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ഒരു കൂട്ടം ചെന്നായ്ക്കൾ ചെയ്യുന്ന പരിപാടിയാണ് ഇതൊക്കെ. മതവിദ്വേഷം എന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ വളച്ചൊടിച്ച് സമൂഹത്തിനെ തന്നെ നശിപ്പിക്കുന്ന ഒരു തരം ചെന്നായ്ക്കളുണ്ട്. ഓണാഘോഷത്തിൻ്റെ പേരിൽ നമ്മളെ കുട്ടികളൊക്കെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് അല്ലേ? കള്ളിനും കഞ്ചാവിനും അടിമയായിട്ട് എത്ര ലക്ഷം എത്ര കോടിക്കണക്കിന് രൂപയുടെ മദ്യക്കുപ്പികളാണ് സ്കൂളുകളിലും കോളേജുകളിലും പിള്ളേർ ഓണാഘോഷ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് മേടിച്ചുകൊണ്ട് പോകുന്നത് അല്ലേ? പിന്നെ ആ ടീച്ചർ പറഞ്ഞാൽ എന്താണ് തെറ്റ്? സ്വന്തം വിശ്വാസം സംരക്ഷിക്കാനും അത് പറയാനും ഭരണഘടന നൽകുന്ന ഒരാൾക്ക് അവകാശമുണ്ട്. അത് മറ്റുള്ളവർക്ക് അടിച്ചേൽപ്പിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് അതിൽ നിന്ന് മാറി നടക്കാം. മറ്റുള്ളവർക്ക് അതിൽ നിർബന്ധമില്ല. ഈ അധ്യാപിക പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ ബാധ്യത ഉള്ള കുട്ടികളോടും അധ്യാപകരോടും മാത്രമായിരിക്കാം പറഞ്ഞിട്ടുള്ളത്. അവരവരുടെ മതവിശ്വാസം പിൻപറ്റി പോകുന്ന ആളുകളോട് മാത്രമായിരിക്കാം ഈ അധ്യാപിക ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനെയാണ് വളച്ചൊടിച്ച്
ഈ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചു വെച്ചേക്കുന്നത് അല്ലേ? വേറെ എന്തോ വേണം? രാജ്യത്ത് മതങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്തും നടത്തി ചോര കുടിക്കാൻ വേണ്ടിയിട്ട് വേറെ എന്ത് വേണം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫ്രീഡം ഓഫ് ബിലീഫ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. മതവിശ്വാസ സ്വാതന്ത്ര്യം, അവരവരെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. ഓണം എന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം നടത്തുന്ന ഒരു ആഘോഷം തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. അത് മറ്റുള്ള മതസ്ഥരും കൂടെ ആഘോഷിക്കണം എന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല. എത്രയോ സഹോദരങ്ങൾ, പല മതത്തിലുള്ള ആൾക്കാർ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആഘോഷിക്കുന്നവർക്ക് ആഘോഷിക്കാം, ആഘോഷിക്കേണ്ടാത്ത ആൾക്കാർക്ക്, താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് മാറി നിൽക്കാം. നോമ്പ് സമയങ്ങളിൽ നോമ്പ് പിടിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളുണ്ട് അല്ലേ? അതുപോലെ മറ്റുള്ള വിശ്വാസികളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന എത്ര സഹോദരങ്ങളുണ്ട്, പലതരത്തിൽ മറ്റു മതക്കാരുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരാളെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. ആഘോഷിക്കുന്നവർക്ക് ആഘോഷിക്കാം, ആഘോഷിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ആഘോഷിക്കണ്ട. ഇതിൻ്റെ പേരിൽ വർഗീയത കാട്ടി മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരു കൂട്ടം ചെന്നായ്ക്കളെ ആദ്യം മനസ്സിലാക്കുക നമ്മൾ. അതാണ് വേണ്ടുന്നത്. ഇവിടെ ആ ടീച്ചർ അവരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതും അവരെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരോടാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതും മിനിമലായിട്ട് ആഘോഷിക്കണം എന്നാണ് എന്നും അവർ പറയുന്നുണ്ട്. പൂർണ്ണമായിട്ട് ആഘോഷിക്കരുത് എന്നാണ്. ഇന്നത്തെ നമ്മുടെ ഓണാഘോഷം നമുക്കറിയാം, സ്കൂളുകളിലും കോളേജുകളിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ മോശമായിട്ടുള്ള പേക്കൂത്തുകളും കോലത്തരങ്ങളും കള്ളും കഞ്ചാവിനും അടിമപ്പെട്ടാണ് നടത്തുന്നത് അല്ലേ? അതുദ്ദേശിച്ചായിരിക്കാം അവരങ്ങനെ പറഞ്ഞത്. അത് ഇത്രയും വലിയ വിഷയമാക്കേണ്ട കാര്യമുണ്ടോ? ഓണം കേരളത്തിലെ എല്ലാ മതസ്ഥരും ആഘോഷിക്കണമെന്ന് നിർബന്ധമില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ട് താല്പര്യമാണ്. ആഘോഷിക്കേണ്ടവർക്ക് ആഘോഷിക്കാം, അല്ലാത്തവർക്ക് മാറി നിൽക്കാം. ഈ ടീച്ചർ അവരുടെ മതസ്ഥരോട് പറഞ്ഞാൽ എന്താണ് തെറ്റ്? ശശികലയെ പോലെ വേറെ മതക്കാരെ കുറ്റമൊന്നും ഇവർ പറഞ്ഞിട്ടില്ലല്ലോ. അവരെ മതക്കാരോടല്ലേ അവർ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് മതസൗഹാർദ്ദമായിട്ട് പരസ്പരം എല്ലാ മതങ്ങളെയും ബഹുമാനിച്ച് മുമ്പോട്ട് പോവുക എന്ന് മാത്രമാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. ഇതിൽ ഈ അധ്യാപിക പറഞ്ഞത് 100% ശരിയാണ്. തൻ്റെ വിശ്വാസം പറയാൻ ഇന്ത്യയിൽ ഓരോ ആൾക്കാർക്കും അവകാശമുണ്ട്. ഈ ടീച്ചർ എന്താ ചെയ്തത്? അവരവരുടെ മതത്തിൽപ്പെട്ട ആൾക്കാരോടല്ലേ ഇത് പറഞ്ഞിട്ടുള്ളത്, മുസ്ലിങ്ങളോടല്ലേ ഇത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താണ് ഇവിടെ തെറ്റ്? എന്ത് മതവിദ്വേഷമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്? ഇനി ഓണമായാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും എല്ലാവരും ആഘോഷിക്കണമെന്നുള്ളൊരു നിയമം എവിടെ നിന്ന് വന്നു? ആഘോഷിക്കാനും ആഘോഷിക്കാതിരിക്കാനും ഓരോരുത്തർക്കും അവകാശമുണ്ട്. സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് മറ്റുള്ള മതക്കാരെയും മറ്റുള്ള വിശ്വാസത്തെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിക്കണം. എന്നാൽ മാത്രമേ ഒരു യഥാർത്ഥ വിശ്വാസിയാവത്തുള്ളൂ. അപ്പം see you guys.